ബിഗ് ബോസ് സീസൺ 6ലേക്ക് വൈൽഡ് കാർഡുകൾ എത്തിയതോടെ സംഭവങ്ങളെല്ലാം കുറച്ചുകൂടി രസകരമാകുന്നുവെന്ന് പറയാം. ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് പവർ ടീം ഡെൻ റൂം പൂട്ടിയതാണ് ഇന്നലെ ശ്രദ്ധേയമായത്. മറ്റൊരു ടീമിലായിരുന്ന ജാസ്മിൻ ഗബ്രിയെ കാണാൻ ഡെൻ റൂമിലേക്ക് പോയതിന് തൊട്ടുപിറകെയാണ് ബിഗ് ബോസിനോട് പറഞ്ഞ് പവർ റൂം തങ്ങളുടെ അധികാരം നടപ്പിലാക്കിയത്. ഇതോടെ ഡെൻ റൂമിനുള്ളിൽ നിന്നും ജാസ്മിനും പുറത്തു കടക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. താൻ ഈ ടീമിൽ ഇല്ലാത്ത ആളാണെന്നും തനിക്ക് ടാസ്കിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും ജാസ്മിൻ പവർ ടീമിനോട് ആവശ്യപ്പെട്ടെങ്കിലും പവർ റൂം അംഗങ്ങൾ അതിന് തയ്യാറായില്ല. ഗബ്രിക്കും ജാസ്മിനും തനിച്ച് മത്സരം കാഴ്ചവെക്കാൻ രണ്ട് ടീമിലേക്ക് മാറ്റിയിട്ടും ഇവർ വീണ്ടും അതിന് തയ്യാറാകുന്നില്ലെന്നും ഒരുമിച്ച് പോകാൻ താല്പര്യപ്പെടുന്നുവെന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് ഡെൻ റൂമിലേക്ക് ജാസ്മിൻ വന്നതിന്റെ കാരണം എന്നും പവർ റൂം അംഗങ്ങൾ ക്യാമറ നോക്കി പറഞ്ഞു. ഇതിനിടയിൽ തനിക്ക് വാഷ്റൂം പോകേണ്ട ആവശ്യമുണ്ടെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് വാതിൽ തുറക്കണമെന്നും ഗബ്രി ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു. ക്യാപ്റ്റനായ ജിൻഡോ ഇടപെട്ട് പവർ റൂമിനെ കൊണ്ട് വാതിൽ തുറപ്പിക്കണമെന്നും ഗബ്രി ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പവർ റൂമിന്റെ തീരുമാനമാണെന്നും അത്യാവശ്യമാണെങ്കിൽ ബിഗ് ബോസിനോട് ഗബ്രിക്ക് ആവശ്യപ്പെടാമെന്നുമായി ജിൻഡോ. പവർ റൂമും സമാന നിലപാടാണ് എടുത്തത്. ഇതോടെ പവർ ടീം അംഗങ്ങൾക്കും ജിൻഡോയ്ക്കുമെതിരെ കടുത്ത ഭാഷയിൽ ഗബ്രി പ്രതികരിച്ചു. എന്നാൽ പവർ ടീം തങ്ങളുടെ തീരുമാനം വ്യക്തമാക്കി. പവർ ടീമിന്റെ പവർ എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് മുറി പൂട്ടിയതെന്നും എന്നാൽ ഗബ്രി മോശമായി പെരുമാറിയതിനാൽ ഗബ്രി മാപ്പ് പറയാതെ മുറി തുറക്കാൻ സാധിക്കില്ലെന്നും പവർ റൂം അംഗങ്ങൾ അറിയിച്ചു. ഇതോടെ താൻ മാപ്പ് പറഞ്ഞിട്ട് ആരും പുറത്തിറങ്ങില്ലെന്നായി ഗബ്രി. ജാസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഗബ്രി ജാസ്മിന് വേണ്ടി ഈഗോ വെടിഞ്ഞ് മാപ്പ് പറയട്ടെ എന്ന് പവർ റൂം അംഗങ്ങൾ ആവർത്തിച്ചു. വലിയ അടുപ്പമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ട് ഗബ്രി അതിന് തയ്യാറാകുന്നില്ലെന്നും മറ്റു മത്സരാർത്ഥികൾ ചോദിച്ചു. ഇതോടെ സോറി പറയടാ ഗബ്രി എന്ന് ജാസ്മിൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇല്ലെന്ന നിലപാടിൽ ഗബ്രി തുടരുകയാണ് ചെയ്തത്. അതേസമയം ഗബ്രി പരിഗണിച്ചില്ലെങ്കിലും ജാസ്മിന് ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വരുമ്പോൾ ഗബ്രിയെ പോലെയല്ല തങ്ങളെന്നും അവർക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ അനുവദിക്കുമെന്നും പവർ റൂം വ്യക്തമാക്കി. ഒടുവിൽ റൂം തുറന്നു കൊടുക്കുകയും ചെയ്തു. അതേസമയം രാവിലത്തെ മീറ്റിംഗിൽ ജാസ്മിനെ കാലേവാരി നിലത്തടിക്കുമെന്ന് ജിൻഡോ പറഞ്ഞിരുന്നു. ഇതിനെതിരെ ജാസ്മിൻ പവർ ടീമിനോട് ജിൻഡോയെ ശിക്ഷിക്കണമെന്ന് പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ വൈകുന്നേരം കോടതി കൂടി ശിക്ഷ വിധിക്കാമെന്നാണ് പവർ റൂം ജാസ്മിൻ ഉറപ്പു നൽകിയത്. എന്നാൽ ക്യാപ്റ്റൻ കൂടിയായ ജിൻഡോയ്ക്ക് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ജിൻഡോ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് രസം. നമ്മൾ കോർട്ട് റൂം വിളിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. ജാസ്മിനും ഗബ്രിയും സംസാരിക്കാൻ സൂപ്പറാണ്. ജിൻഡോ സംസാരിക്കുമ്പോൾ നിങ്ങളെ കളിയാക്കുന്ന പരിപാടിയൊക്കെ വരും. അത് വേണോ? ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ അവിടെ ചെയ്തത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഭാഷയാണെന്നും അത് ഞാൻ അംഗീകരിക്കുന്നു. അതിനുള്ള ശിക്ഷ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്നും അവിടെ പറഞ്ഞാൽ നിങ്ങൾ ഈഗോ കാണിക്കരുത്. ജിൻഡോയ്ക്ക് ഞങ്ങൾ തരാൻ പോകുന്ന പണിഷ്മെന്റ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ജാസ്മിനെ പുറത്തിരുത്തി പുഷപ്പ് അടിക്കാൻ പറ്റുമോ? ജാസ്മിനെ മുതുകത്തിരുത്തി 3 പുഷപ്പ് അടിക്കണം. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. കാരണം പവർ ടീമിന്റെ അന്തിമ ശിക്ഷയാണ്. ജാസ്മിൻ തയ്യാറായാൽ ഇന്നത്തെ പ്രമോ അതാണ്. പവർ ടീം ശിക്ഷ കൊടുത്തില്ലെന്നും പറയാൻ പറ്റില്ല. അവരായിട്ട് ശിക്ഷ വേണ്ടെന്ന് വെച്ചെന്നും വരാം. ഇതാണ് സിബിൻ ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുത്ത ഐഡിയ. ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോൾ 2 ഗ്രൂപ്പുണ്ട്. ജബ്രികൾ നേതൃത്വം നൽകുന്ന അപ്സര, റസ്മിൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്, മറുവശത്ത് സായി, സിബിൻ ഗ്രൂപ്പുകൾ. ജാസ്മിൻ ഗബ്രി റിലേഷന് വാല്യൂ ഇല്ലെന്ന് മനസ്സിലാക്കിയവർ, ജബ്രികളുടേത് ഫേക്ക് ഡ്രാമയാണെന്ന് മനസ്സിലാക്കിയവർ.